അപ്പോൾ അടുത്ത വീഡിയോ എന്താ പറയാ, ഇത് എന്താ ശരിയാ, ഇത് കണ്ടിട്ട് എനിക്ക് എന്താ പറയാ ഇതാണില്ല ശരിക്ക് വണ്ടിപ്രാന്ത് എന്ന് പറഞ്ഞതാണ്. അത്രയും വണ്ടിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഇൻസ്പയർ ആയിട്ട് അവർ ഇവിടുന്ന് തന്നെ 800-ന്റെ എഞ്ചിന് കാര്യങ്ങൾ, 800-ന്റെ ബോഡി അല്ലേ, ബോഡിയും കാര്യങ്ങളും ഉപയോഗിച്ച് പൈപ്പ് അവർ കെട്ടിയൊരു സാധനം ഉണ്ടാക്കിയത് കേട്ടോ. അത് എന്താ പറയുക, ഇതിന് പ്രത്യേകിച്ച് അവരിട്ട പേരെന്നെ ഉള്ളൂ. വണ്ടി ഒരു രക്ഷയില്ല, 2 സീറ്ററാണ്. ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടി കണ്ടിട്ടില്ല. എന്തായാലും ഇത് പണിതോനെ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരട്ടാ. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. എന്താ പറയാ, വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടി തന്നെ കേട്ടോ. ഇത് ഇല്ല ശരിയോ, ഇത് ചെയ്തവര് അവനെ ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഇതൊന്ന് കാണിച്ചു കൊടുത്താ. ഇതാണ് ഇതിന്റെ ഫുൾ ഓപ്പൺ ആയിട്ട് എന്താ പറയുക, അത്രയും ക്രൈസ് തോന്നിയിട്ട് ചെയ്തൊരു സാധനം കേട്ടോ വരുന്നത്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇതിന്റെ ഫ്രണ്ട് കണ്ട, അതിന്റെ ടയറൊക്കെ 800-ന്റെ തന്നെയാണ്. അവർ എനിക്ക് തോന്നുന്നു അലൈവിൽ 15 തോന്നുന്നു, 15-ന്റെ അലൈവിൽ ചാടിച്ചതാണ്. പിന്നെ കണ്ട ഇത്രയും കാര്യങ്ങൾ എല്ലതും ഇതിലിപ്പോൾ ബാറ്ററി ഇല്ല, ബാറ്ററി പേര് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ബാറ്ററിയുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇതേപോലെ ഇതിൻ്റെ ബമ്പറൊന്നും പറയാൻ പറ്റില്ല, ബമ്പറൊക്കെ ഇവർ പൈപ്പിറ്റ് സെപ്പറേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഇത് ഉണ്ടാക്കിയ ആൾക്കാരുടെ. അതിന്റെ പേര് പറഞ്ഞവർക്ക്. എന്റെ പേര് മിഥിലാജ്. എന്റെ പേര് ഒരാൾ കൂടി ഉണ്ട്. ഇവര് നിങ്ങളെ സ്വന്തം വർക്ക്ഷോപ്പിലിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ വണ്ടീന്റെ ഭ്രാന്താന്ന് മനസ്സിലായി, അത് മനസ്സിലായി. എന്നാലും വേറെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവല്ലോ, ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ വേറെ എന്തോ അങ്ങനെയും പറയല്ലേ. എത്ര സമയം എടുത്തത് ഇങ്ങനെ ഈ ഒരു ലെവലിലാക്കാൻ വേണ്ടിട്ട്? ഏതാണ്ട് 1 വർഷത്തോളം എടുത്തിട്ടില്ല. ഏകദേശം എത്ര എമൗണ്ട് വന്നിട്ടുണ്ടോ? ഏതാണ്ട് 1 ലാഖിന്റെ അടുത്ത് കോസ്റ്റ്. 1 ലാഖിന്റെ അടുത്ത് കോസ്റ്റ്. അതായത് ടോട്ടൽ കോസ്റ്റ് ഒന്ന് 1 ലാഖിന്റെ അടുത്ത്. പിന്നെ ഇതിൽ വരുന്ന ഇതൊക്കെ ഏതിന്റെയാണ് വരുന്നത്? ഇത് മാരുതിന്റെ എഞ്ചിനാണല്ലേ. പിന്നെ ചേസ് നമ്മള് ബോഡി നമ്മൾ ബിൽഡ് ചെയ്തെടുത്താണല്ലോ മൊത്തം ബോഡി. ഇതിലിപ്പോ 2 സീറ്റർ ആണല്ലേ വരുന്നത്. നിങ്ങൾ എന്ത് പർപ്പസിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്? എന്താ പറയാ, ഷോ പർപ്പസ് ആണ് മെയിൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓഫ് റോഡ് ഒക്കെ പോലുണ്ട്? ഇതാണ് പോലെ ലോവർ ആയതുകൊണ്ട് ഓഫ് റോഡ് ഒന്നും പോലില്ല. അപ്പൊ ഇതാണ് ഇവർക്ക് ആൾക്ക് ചെറിയൊരു നാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ടയർ ഏതാ വരുന്നത്? എത്ര ഇഞ്ചാണ് വരുന്നത്? 13 ഇഞ്ചാണല്ലേ. അപ്പൊ നേരത്തെ ഞാൻ 14 എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ സോറി, ഇത് 13 ഇഞ്ചിന്റെ 800 ടയറിനല്ലേ വരുന്നത്? അല്ല. പിന്നെ ഇതിന്റെ ഉള്ളിൽ സ്റ്റിയറിംഗ് ഒക്കെ ഏതിന്റെയാണ് വരുന്നത്? സ്റ്റിയറിംഗ് അല്ലേ. ഗിയർ ലിവർ ഒക്കെ വരുന്നത് നോർമൽ വരുന്നില്ല. പിന്നെ ബാക്കിൽ ഈ സ്പേസ് ജസ്റ്റ് അത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വെക്കാന്നുള്ള ഒരു ലെവലിൽ ചെയ്താണല്ലേ. അപ്പൊ എന്തായാലും വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ മോനെ. അത് ചെയ്തതിന് എന്താ പറയാ, നമ്മൾ ഒരുപാട് വണ്ടി വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം ആദ്യമായിട്ടാണ്. ഞാൻ എന്റെ ബാക്ക് എന്നുള്ള ഒരു വ്യൂ കാണിച്ചു കൊടുത്താ. അപ്പൊ വണ്ടി എന്താ പറയാ, വണ്ടി ഒരു രക്ഷയില്ല. ഇപ്പൊ ഈ 2 വണ്ടി വന്നതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശരീരം ഈ വണ്ടി ഒന്ന് തന്നെയല്ലേ ഉള്ളൂ. ഇത് ഓടിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം മാത്രമേ ഇപ്പൊ നമ്മൾ എടുത്തുള്ളൂ കേട്ടോ. ഇതിൽ ബാറ്ററി ഇല്ലാത്തതിന്റെ പേരില്ലേ. അപ്പൊ എന്തായാലും പിന്നെ ടൈം ലേറ്റ് ആയിക്കണം, ഇനിയിപ്പോ നമുക്ക് അതിനുള്ള സമയമില്ല. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഞങ്ങൾ ഒരു ദിവസം എന്തായാലും വരും ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ പറയാ, ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്താ ഇതിൽ കയറാനുള്ള സൗകര്യം ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ചാടൽ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് സ്പേസ് ഡോറ് കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇരിക്കുമ്പോ തന്നെ നല്ലൊരു കംഫർട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇറങ്ങല് കുറച്ച് റിസ്ക് ആണ്, ചാടി ഇറങ്ങണം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വേറെ വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മളെ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.